നമസ്കാരം. ഹമാസ് തടവറയിൽ തങ്ങൾ എത്ര ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ വിവരണവുമായി ഈയിടെ മോചിക്കപ്പെട്ട ഒരു ബന്ധി രംഗത്തെത്തി. അദ്ദേഹം ഒരു ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് പുരുഷന്മാരും അതിക്രൂരമായ രീതിയിലുള്ള ലൈംഗിക പീഡനത്തിന് ഇവരുടെ തടവറകളിൽ ഇരയായി എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നത്. നേരത്തെ പല സ്ത്രീകളും തങ്ങൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് വെളിപ്പെടുത്തിയെങ്കിലും ഇതാദ്യമായിട്ടാണ് ഒരു പുരുഷൻ താൻ ലൈംഗികമായി ഇവരാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വസ്തുത പുറത്തുവിടുന്നത്. റോം ബ്രാസ്ലാവ്സ്കി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. നോവ സംഗീത മേള നടന്ന സ്ഥലത്ത് സുരക്ഷാ ജീവനക്കാരനായി അയാൾ ജോലി ചെയ്യുകയായിരുന്നു. 21 വയസ്സായിരുന്നു അന്ന് പ്രായം. തീവ്രവാദികൾ ഇരച്ചെത്തിയതിന് ശേഷം പലരെയും പിടികൂടിയ കൂട്ടത്തിൽ തന്നെയും തട്ടിക്കൊണ്ടുപോയി എന്നാണ് ബ്രാസ്ലാവ്സ്കി പറയുന്നത്. തന്നെ കൊണ്ടുപോയ ഭീകരന്മാർ ഒരു മുറിയിൽ പൂട്ടിയിട്ടതിന് ശേഷം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് തന്നെ അവർ നഗ്നനാക്കി കെട്ടിയിടുകയായിരുന്നു. കെട്ടിയിട്ടിരുന്ന തന്നെ ഇവരെല്ലാവരും തന്നെ നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഹമാസ് നേതാക്കൾ പലരും ക്രൂരമായ രതിവൈകൃതക്കാരായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ ഒരു ബ്രാസ്ലാവ്സ്കിയുടെ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത്. ദിവസങ്ങളോളം ഭക്ഷണം തരാതെ പട്ടിണിക്കിട്ടു, വെള്ളം പോലും കുടിക്കാൻ തന്നില്ല, ഓരോ ദിവസവും ഭീകരമായ മർദ്ദനം, ഇതൊക്കെയായിരുന്നു അവിടുത്തെ സ്ഥിരം രീതികൾ. താൻ ശരിക്കും പിശാചിനെ നേരിട്ട് കണ്ടു എന്നാണ് ബ്രാസ്ലാവ്സ്കി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹിറ്റ്ലറിൻ്റെ കാലത്ത് നാസി തടവറകളിൽ നടക്കുക പോലും ചെയ്യാത്ത ക്രൂരകൃത്യങ്ങളാണ് ഈ ഹമാസ് തടവറകളിൽ നടന്നത് എന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കലും ഇവിടെ നിന്ന് മോചനം ഉണ്ടാകില്ല എന്നും എത്രയും വേഗം മരിച്ചു പോകണേ എന്ന് പോലും താൻ പ്രാർത്ഥിച്ചു പോയി എന്നാണ് ബ്രാസ്ലാവ്സ്കി ഇപ്പോൾ പറയുന്നത്. കാരണം അത്രത്തോളം സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അതിഭീകരമായ പീഡനമാണ് ഇവർ നടത്തിയിരുന്നത്. തന്നെ മാത്രമല്ല, അന്ന് അവിടെ തടവിലുണ്ടായിരുന്ന പല പുരുഷന്മാരെ ഇത്തരത്തിൽ ഇവർ പീഡനങ്ങൾക്ക് വിധേയരാക്കി എന്നാണ് പറയപ്പെടുന്നത്. ഓരോ സംഭവങ്ങൾ ഹമാസിൻ്റെ തീവ്രവാദികൾ പുറം ലോകത്ത് കൊല്ലപ്പെടുമ്പോഴൊക്കെ തന്നെ അതിൻ്റെ മർദ്ദനം മുഴുവൻ ഏൽക്കുന്നത് ഈ തടവറയിൽ കഴിയുന്ന ഈ ബന്ദികളായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പല വെളിപ്പെടുത്തലുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഹമാസ് മാത്രമല്ല, മറ്റ് നിരവധി അവരുടെ പോഷക സംഘടന, നിരവധി ഭീകര സംഘടനകളൊക്കെ തന്നെ ഇത്തരത്തിൽ ആളുകളെ തട്ടിക്കൊണ്ടു പോവുകയും ഇവരെ മാറി മാറി ഓരോ തടവറകളിൽ എത്തിച്ച് അവിടെ അതിഭീകരമായ രീതിയിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇയാളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ 2 സ്ത്രീകളും ഇത്തരത്തിൽ അവരുടെ പീഡനങ്ങൾ വെളിപ്പെടുത്തിയിരുന്നതിൽ ഒരാൾ പറഞ്ഞത് താൻ ഗസയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്താണ് ഇക്കാര്യം തന്നെ ഐക്യരാഷ്ട്രസഭാ പ്രതിനിധികളോട് വെളിപ്പെടുത്തിയത് എന്നാണ്. അതിഭീകരമായ രീതിയിലാണ് തന്നെ ഈ ഭീകരന്മാർ ബലാത്സംഗം ചെയ്തത് എന്നാണ് അവർ വെളിപ്പെടുത്തിയത്. അന്നൊക്കെ തന്നെ നമ്മൾ പൊതുവെ കരുതിയിരുന്നത് ഈ സ്ത്രീകളെ മാത്രമാണ് ഇവർ പീഡിപ്പിക്കുന്നത് എന്നാണ്. എന്നാൽ ഇപ്പോൾ ബ്രാസ്ലാവ്സ്കിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ആൺകുട്ടികളെയൊക്കെ തന്നെ അവർ ഭീകരമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ്. യാഹ്യ സിൻവറിൻ്റെ സഹോദരനായ മുഹമ്മദ് സിൻവർ ഇത്തരത്തിൽ ആളുകളെ ക്രൂരമായ രീതിയിൽ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒരു രതിവൈകൃതക്കാരനായിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. ഇയാളെ ഇസ്രായേൽ സൈന്യം പിന്നീട് വധിക്കുകയായിരുന്നു. അന്ന് പിന്നീട് തടവറയിലുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞിട്ടാണ് ലോകം അറിയുന്നത് ഇയാളും അതിക്രൂരമായ രീതിയിൽ ആളുകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന, സ്ത്രീകളെയും പുരുഷന്മാരൊക്കെ തന്നെ പീഡിപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നുവെന്നും ഇയാളെ ഖാൻ യൂനീസിലെ കശാപ്പുകാരൻ എന്ന് എന്തുകൊണ്ടാണ് ആളുകൾ വിളിക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെ പിന്നീടാണ് പുറത്തു വന്നിരുന്നത്. ഏതായാലും 20 ബന്ദികൾ മാത്രമാണ് ഏറ്റവും ഒടുവിൽ ജീവനോടെ അവിടെ അവശേഷിച്ചത്. അവരെല്ലാവരും പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവരെല്ലാവരും തന്നെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിലൂടെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന അതിഭീകരമായ കൃത്യങ്ങൾ പുറത്തു വരുന്നത്. ഒരു കാരണവശാലും ഹമാസിനോട് ക്ഷമിക്കാൻ കഴിയുകയില്ല എന്നും തുരങ്കങ്ങളിൽ ഇപ്പോൾ കഴിയുന്ന 200ഓളം ഹമാസ് നേതാക്കളെ ജീവിക്കാൻ അനുവദിക്കുകയില്ല, അവരെ വധിക്കുക തന്നെ ചെയ്യുമെന്നും ഇസ്രായേൽ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നതിന് പിന്നിലെ ചേതോവികാരവും ഈ ഇപ്പോൾ പുറത്തു വന്ന ഈ ബന്ദികൾ പുറത്തുവിട്ടിരിക്കുന്ന അവരുടെ ഭീകരമായ അനുഭവങ്ങൾ തന്നെയാണ്.